വിഭവവുമായി ഞങ്ങളിതാ വീണ്ടും എത്തിയിരിക്കുകയാണ്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും രുചിയോണം വിത്ത് പഴയിടത്തിലേക്ക് സ്വാഗതം. തിരുമേനി, അപ്പം നമ്മൾ 7ാമത്തെ ദിവസമാണ്, മൂലം നാളാണ്. അപ്പോൾ ഇത് നോക്കിയേ, ഇന്ന് നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടിയൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് സാധനങ്ങൾ ഈ മേശമേൽ നിറയെ ഇരിപ്പുണ്ട്. അപ്പം ഇതെന്താ നമ്മൾ ഇന്നൊരു ഈ കഴിഞ്ഞ 6 ദിവസങ്ങളിലും സാധാരണ വീടുകളിൽ ഊണിന് വേണ്ട വിഭവങ്ങൾ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പം ഇന്ന് നമ്മളൊരു ചപ്പാത്തി അതിൻ്റെ ഒരു കറിയും കൂടി ഉണ്ടാക്കി അവസാനിപ്പിക്കാൻ. ഓക്കെ. ഞാൻ വെച്ചു തിരുമേനി സദ്യക്ക് മാത്രമുള്ള സാധനങ്ങളെ ഉണ്ടാക്കാറുള്ളൂ. പല ആൾക്കാർ ഇതിന് മുൻപ് ചോദിച്ചിട്ടുണ്ട് ഒരു ചപ്പാത്തി കറി കാണിക്കാമെന്ന്. അപ്പം നമ്മൾ ഇന്നൊരു ഒരുപാട് ഇത് സദ്യക്ക് വേണ്ടി മാത്രമല്ല, ഒരുപാട് പേര് ആവശ്യപ്പെട്ടതാണ് ചപ്പാത്തിക്ക് കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു കറി. ഇതിലും നമ്മൾ ഇത് രണ്ട് സ്ഥലത്തും ഒരുപോലെ നമ്മൾ ചെയ്യേണ്ടി വരും. മൾട്ടി ടാസ്കിങ് ആണ്. 3 സ്റ്റവ് ഒരുപോലെ കത്തിക്കേണ്ടി വരും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് കുറച്ച് തക്കാളിയാണ്. നമ്മൾ തക്കാളി ബോയിൽ ചെയ്തിട്ട് ഇത് മിക്സിയിൽ തരി ഇല്ലാണ്ട് അടിച്ചെടുക്കേണ്ടതാണ്. അതേസമയത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് പനീർ വറുത്ത് കോരാണ്ട്. വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവർ ഓയിലാണ്. ഇതിൽ ചെയ്യേണ്ട കഷ്ണങ്ങളാണ്. ഇത് നമുക്ക് പനീർ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൽ ഫ്രൈ ചെയ്തു. 2 പാനിലായിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പെരിഞ്ചീരകം ഇട്ടു. ഒരു മസാലക്കൂട്ടാന്ന് തോന്നുന്നല്ലോ പെരിഞ്ചീരകം മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ അതിലേക്ക് സവാള കൊത്തി അരിഞ്ഞത് പെരിഞ്ചീരകം മൂത്ത് വരുമ്പോഴത്തേന് അതിനൊക്കെ ഇടുക. സവാള മൂപ്പിക്കുകയാണ് വരുന്നത്. നല്ലോണം ചോക്കണം. ഇതെല്ലാം സെറ്റാക്കി കിട്ടിയാൽ പിന്നെ 10 മിനിറ്റ് മതി. എളുപ്പമല്ലേ? നമ്മൾ പച്ചമുളക് ഇടുവാണേ. അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. 2 സ്പൂൺ മതി. നമ്മൾ പച്ചമുളക് ഇട്ടു. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തേക്കാം. നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇടാം. ഉപ്പിട്ട് കൊടുക്കാം പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട്. നമ്മുടെ സൺഫ്ലവർ ഓയിൽ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരുന്നത് തിളച്ചു. അപ്പോൾ അതിലേക്ക് പനീർ ഇടുവാണേ. പനീർ വറുത്ത് കോരി എടുക്കുക. മുളക് പൊടി മല്ലിപ്പൊടി മസാലകളെല്ലാം ഇടാം. മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല. ഇത് മല്ലിപ്പൊടിയാണോ ഗരം മസാലയാണോ? ഇത് ഗരം മസാല ഇട്ടുള്ളൂ. മുഴുവനിടാം. മല്ലിപ്പൊടി ഉണ്ട്. മല്ലിപ്പൊടി ഇരിക്കുന്നത് ഇടാം. മുഴുവനിടാം. മല്ലിപ്പൊടി ഇട്ടു. മുളക് പൊടി കുറച്ച് പൊതുവെ സബ്ജിക്ക് എരിവധികം വേണ്ടാത്തതായിരുന്നു. നമ്മൾ തക്കാളി ബോയിൽ ചെയ്ത് അത് നമുക്കൊന്ന് അടിച്ചു കൊണ്ടുവരണം മിക്സിക്കകത്ത്. തക്കാളി അരയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ബോയിൽ ചെയ്ത തക്കാളി. അത് നമുക്ക് ഇതിലേക്ക് തൊലി കളഞ്ഞിട്ട് അരച്ചെടുത്തതാണ് തക്കാളി. നമ്മൾ ഓൾറെഡി തക്കാളി അരിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് മറ്റ് കഷ്ണങ്ങളെല്ലാം ചേർക്കണം. ഇത് കോളിഫ്ലവർ ആണ്. വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്, നുറുക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി അപ്പുറം ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് എടുക്കാം. ഇനി എന്താണുള്ളത് അവിടെ? ഉരുളൻകിഴങ്ങ് എടുത്തോളൂ. നമ്മൾ കോളിഫ്ലവർ ഇട്ടു, കിഴങ്ങിട്ടു, ക്യാരറ്റ് ഇട്ടു, വേണ്ടുന്നെല്ലാം ഇട്ടു. ലേശം വെള്ളം കൂടി ഒഴിക്കാം. ഇത്തിരി ഉപ്പ് കുറവുണ്ടാവും. ഇത് നമ്മൾ ആ മുളപ്പിച്ച പയറിട്ട് തോരൻ വെച്ചതുപോലെ തന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ് അല്ലേ? എല്ലാ ഐറ്റംസ് ഉണ്ട്. അടച്ചു വേവിക്കാം. അപ്പോൾ തിരുമേനി നമ്മുടെ സബ്ജി റെഡിയായി തോന്നുന്നല്ലേ? ഒരു ഇങ്ങോട്ട് വെച്ചോളൂ. കൈ പൊള്ളിക്കണ്ട. കുറച്ച് ഐറ്റംസ് കൂടി ആഡ് ചെയ്താൽ നമ്മുടെ സബ്ജി റെഡിയാവും. അപ്പോൾ ഇത് ഞങ്ങൾക്ക് പച്ചപ്പട്ടാണിയാണ്. പട്ടാണി ഇടാം. അണ്ടിപ്പരിപ്പ് അരച്ചതും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാണ്. നമ്മളിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പനീർ കൂടി ചേർക്കണം. അധികം ക്വാണ്ടിറ്റി ഇല്ല, കുറച്ച് മതി. പനീർ നമ്മൾ ജസ്റ്റ് മറ്റ് കഷ്ണങ്ങളോടൊപ്പം ഒരു കുറച്ച് ഇട്ടു എന്നുള്ളൂ. പനീർ ഇടണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പിന്നെ കാണിക്കുമ്പോൾ കുറയ്ക്കണ്ട. ഇനി നമ്മൾ ഇതിൻ്റെ തീ കെടുത്തുകയാണ്. ഞാൻ ക്രീം ഒഴിച്ചോളൂ. ക്രീമില്ലേ,
ഫ്രഷ് ക്രീമാണ്, വെക്കട്ടെ. ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് ഇളക്കണ്ടല്ലോ. അതിലേക്ക് ഒഴിച്ച് നല്ലോണം കമത്തി പിടിക്കുക, ഫുള്ളിലേക്ക് വീഴട്ടെ. ഒരു ഡിസൈനൊക്കെ ഉണ്ടാക്കണം. പൂക്കളോ ഓണമൊക്കെ അല്ലേ. താങ്കളുടെ പ്രിയപ്പെട്ട വസ്തു മല്ലിയില ഒന്ന് ജസ്റ്റ് ഒന്ന് വിതറിയാൽ മതി. കുറച്ച് മതി. ഇതെനിക്ക് വേണ്ടി ഉണ്ടാക്കില്ലേ, അപ്പം ഞാൻ കുറച്ച് അധികം ഇട്ടോട്ടെ. അതിട്ടുള്ള കുഴപ്പമില്ല. കുറച്ച് നെയ്യ് കൂടി ചേർക്കാം. അതൊരു നെയ്യ് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഓക്കെ. നമുക്ക് ആ സമയത്ത് നിങ്ങൾക്കൊരു ചപ്പാത്തിയും കൂടി ഉണ്ടാക്കി തരാം, പിന്നെ ടേസ്റ്റ് നോക്കാൻ എളുപ്പമുണ്ടല്ലോ. വാക്ക് തന്നെ കേട്ടോ, ഇങ്ങനെ സബ്ജി ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരുമെന്ന്. ഇപ്പോൾ ഒരു ചപ്പാത്തി കൊടുക്കാമെന്ന് ഞാൻ അഞ്ജലിക്ക് വാക്ക് കൊടുത്തിരുന്നു. സാധാരണ ഞാനിങ്ങനെ ഉപ്പ് നോക്കി മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ, എന്നിട്ട് ഈ ക്യാമറയുടെ പിന്നിൽ പോയിട്ടാണല്ലോ ഞാൻ നല്ലോണം കഴിക്കാറ്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട, ഇന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തരികയാണ് എനിക്ക്. ഇനിയിപ്പോൾ സെർവിങ്ങിനൊന്നും മെനക്കണ്ട, അതെടുത്ത് കഴിച്ചോളൂ. നേരെ കഴിച്ചാൽ മതി. ഓക്കെ, ഞാൻ തന്നെ എടുക്കാം. ഇച്ചിരി പനീറും ക്യാരറ്റും എല്ലാം ഇരിക്കട്ടെ. നോക്കട്ടെ, ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നു ഒരെണ്ണം കൂടി വേണമെന്നുള്ളത്. പുറത്തിപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. ആ നല്ല മഴയത്ത് ചൂട് ചപ്പാത്തിയും ചൂട് സബ്ജിയും എൻ്റെ ഒപ്പം പഴയിടവും ഇരിക്കുകയാണ്. അപ്പോൾ ഗംഭീരം, അടിപൊളിയായിട്ടുണ്ട്. നല്ല ക്രീമി ടേസ്റ്റും ആ അണ്ടിപ്പരിപ്പൊക്കെ നല്ല അരച്ച് ചേർത്തതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലോണം ഉണ്ട്. നമുക്ക് കുറച്ച് ഇരുന്ന് കഴിക്കാം അല്ലേ, നല്ലോണം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറയാം. അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്തോളൂ കേട്ടോ, വീട്ടിലിത് ട്രൈ ചെയ്തോളൂ. നമ്മൾ നാളെ നമുക്കിനി പായസങ്ങളുമായിട്ടാണ് അടുത്ത വരവ്. ഓക്കെ, ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പായസമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ പൊക്കോ, ഞാൻ ഒന്ന് കഴിക്കട്ടെ.